സർ, ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലേക്ക് രാഹുൽ ഗാന്ധിയും ആ, അദ്ദേഹത്തിന്റെ ബാക്കി എല്ലാവരും കൂടെ, അതായത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ ഉൾപ്പെടെ എല്ലാവരും കൂടെ എത്തുകയാണ്. അവിടെ നിരോധിത മേഖലയാണ് എന്ന് പറയുകയും ഒക്കെ അറിയാം. അതിനെ തുടർന്ന് വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അതുവരെ സി ജെ പിയുടെ പ്രൊട്ടസ്റ്റ് മാത്രമായിട്ടായിരുന്നു ഇത് നിലകൊണ്ടത്. അതിനെതിരെയായിരുന്നു കേന്ദ്രത്തിന്റെ പ്രതികരണം മുഴുവനും വരുന്നത്. അതിനു മുമ്പത്തെ കുറച്ച് ദിവസം രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹം വരുന്നു, നേരെ പോകുന്നത് മല്ലികാർജുൻ ഖാർഗെയുടെ അടുത്തേക്കാണ്. അവിടേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തുന്നു. പിന്നെ കാണുന്നത് പെട്ടെന്ന് കോൺഗ്രസ് ഈ ഒരു വിഷയം ടേക്കപ്പ് ചെയ്യുന്നതാണ്. ആ വിഷയം ടേക്കപ്പ് ചെയ്തതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അതോ ഇതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് സി ജെ പിക്ക് മാത്രമായിട്ട് മാറുമോ? ഒരിക്കലുമല്ല. യഥാർത്ഥത്തില് ഇപ്പൊ സി ജെ പി ആദ്യം പ്രൊട്ടസ്റ്റിലേക്ക് വരുമ്പോൾ അവരെ വളരെ അകമഴിഞ്ഞ് പിന്തുണച്ചത് എന്ന് പറയാവുന്നത് സി പി എം ആണ്. സി പി എമ്മും അതുപോലെ ഐസ പോലെയുള്ള സംഘടനകളും എസ് എഫ് ഐയും ഒക്കെയാണ് അവരെ പിന്തുണച്ചിരുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ആ ഒരു പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, അതിൽ ചില കാരണങ്ങളുണ്ട്. കാരണം ഇത് ബി ജെ പിയുടെ തന്നെ RSSന്റെയോ സംഘപരിവാറിന്റെയോ തന്നെ ഒരു ബി ടീമാണോ, ഒരു പ്രഷർ വാൽവായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണോ, ഒരു ആളുകളുടെ എതിർപ്പ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണോ എന്നൊക്കെ പറയുന്നത് സംശയമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും എനിക്കടക്കമുണ്ടായ ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഇത്തരത്തിൽ ഈ ഇന്ത്യയിൽ നടക്കുന്ന ഒരു നീറ്റ് എക്സാമിനേഷന്റെ ക്രമക്കേടുകളും CBSE ബോർഡിന്റെ പരീക്ഷയുടെ ക്രമക്കേടുകളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പ്രതിരോധം തീർക്കേണ്ട ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇനി പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം ഏറ്റെടുക്കാത്തത് കൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ CJP പോലൊരു പ്രസ്ഥാനത്തിന് വലിയ റോൾ അവിടെ കിട്ടുന്നത് തന്നെ. പക്ഷേ അങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ഗംഭീരമായ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായി. അത് കോൺഗ്രസിന് വലിയ ഗുണം ചെയ്തു എന്നുള്ളതായിട്ട് ഒരു സംശയമില്ല. അതിലൊന്നായിരുന്നു ഈ മല്ലികാർജുൻ ഖാർഗെയുടെ ബർത്ത്ഡേയുടെ അന്ന് ഈ ബർത്ത്ഡേക്ക് കേക്കൊക്കെ കഴിച്ചിട്ട് പോകാം, വരൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരുത്തി. നമ്മുടെ പാവം സതീശനൊക്കെ ഇത് കേട്ട് ചാടി കയറി നേരെ ഫ്ലൈറ്റ് എടുത്ത് അവിടെ ചെന്നു. ഒരു കേക്ക് കഴിക്കുകയും കേക്ക് ഇനിയിപ്പം പറഞ്ഞിട്ട് ചെന്നില്ലെന്ന് വേണ്ടാന്ന് വെച്ചാണ് ചെന്നത്. യഥാർത്ഥത്തില് രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിന് മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി ഇവരോടൊക്കെ പറഞ്ഞത് എപ്പോൾ പുറത്തു പോയി എന്ന് ചോദിച്ചാൽ മതി, BJP എപ്പം തന്നെ ഇത് അറിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് വേറെ ആരും അറിഞ്ഞില്ല. ആകെ 4 പേരെ അറിഞ്ഞുള്ളൂ, 5 പേരെ അറിഞ്ഞുള്ളൂ. എന്റെ നോട്ടത്തിൽ ഒന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരുന്നു, രണ്ടാമത്തത് KC വേണുഗോപാലിന് അറിയാം, മൂന്നാമത്തത് പ്രിയങ്ക ഗാന്ധിക്ക് അറിയാം, നാലാമത്തത് മല്ലികാർജുൻ ഖാർഗെക്ക് അറിയാം, അഞ്ചാമത്തത് സോണിയാഗാന്ധിക്കും അറിയാം. ഇത്തരം പേരോട് മാത്രമേ പറഞ്ഞുള്ളൂ, വേറൊരു മനുഷ്യരോടും പറഞ്ഞില്ല. 5 പേരോടും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ആറാമതൊരാൾ അറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞ മൂന്നാമതൊരാൾ അറിയരുത്, നമ്മൾ 2 പേരല്ലാതെ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ DK ശിവകുമാറും സതീശനും ഒക്കെ അവിടെ എത്തി. അപ്പൊ അതിന്റെ ചില അനിഷ്ടങ്ങളൊക്കെ ഇവരുടെ മുഖത്ത് കാണായിരുന്നു. പെട്ടെന്ന് കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഒരൊറ്റ പ്രഖ്യാപനം നടന്ന്, വരൂ നമ്മള് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. പ്രധാനമന്ത്രി പാർലമെന്റിലില്ല, അന്ന് നമുക്ക് നേരെ അങ്ങോട്ട് ഇരുന്ന് ചോദിക്കാം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ, മറ്റേ എല്ലാ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഒന്ന് ഞെട്ടി. കാരണം വെച്ചാൽ ഇത് ഇവര് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. കൂടാതെ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്ന് 1 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പൊ ഇവര് വന്നു, പിന്നെ ഇടക്ക് വെച്ച് തടയുകയും ജിതേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ മന്ത്രി വന്ന് ചർച്ച ചെയ്യുകയും നമുക്ക് ചർച്ച ചെയ്യാന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. കാരണം വെച്ചാൽ അത് ഉഗ്ര മൂവായിരുന്നു, ഒരു സംശയമില്ല. യഥാർത്ഥത്തിൽ ആ ഒരൊറ്റ സംഭവം കൊണ്ട് തന്നെ ഈ CJPയുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് CJPയുടെ ഒപ്പം തന്നെയുള്ള പ്രാധാന്യത്തിലേക്ക് ഒരു ദിവസം കോൺഗ്രസ് എത്തിച്ചേർന്നു. അതില് കോൺഗ്രസ് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ CJP അവിടെ പ്രതിരോധിക്കുമ്പോൾ CJPയുടെ ആളുകളെ അടിച്ച് തകർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വന്ന് വട്ടം നിൽക്കേണ്ടതാണ്, റോഡിലിറങ്ങി നെഞ്ചും വിരിച്ച് നിന്ന് ഭരണകൂടത്തെ ചോദ്യം ചെയ്യേണ്ടതാണ്. അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ചെയ്യാൻ കുറച്ച് വൈകി എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇപ്പൊ അതിന്റെ ചില വിമർശനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതൊരു സ്ട്രാറ്റജിക്കലി രാഷ്ട്രീയത്തിൽ അതൊരു ഗംഭീരമായിട്ടുള്ള മൂവായിരുന്നു, ഒരു സംശയമില്ല. അതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ പോക്കി സതീശനുള്ളതും പറയാഞ്ഞാണ്. കാരണം അതുകൊണ്ട് പുള്ളി ഏതാണ്ട് ഇല്ലേ അജിംസിന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിളിക്കാത്ത കല്യാണത്തിന് പോയി ഊണ് കഴിക്കേണ്ടി വരുന്ന വൈക്ലഭ്യത്തോടെ പുള്ളി നിൽക്കുന്നുണ്ടായിരുന്നതാണ് മീഡിയകളിലെ അജിംസ് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതല്ല, ഈ ചാണകത്തിൽ ചവിട്ടിയപ്പോഴുള്ള ഒരു ഫീലാണ് പുള്ളിയുടെ മുഖത്ത് ഞാൻ ഫുൾ ടൈം കാണുന്നില്ല. കാരണം പവൻ ഖേരയ്ക്ക് ഇന്ന് വളരെ ആവേശത്തോടുകൂടി മുദ്രാക്കി വിളിക്കുന്നുണ്ട്. പക്ഷെ സതീശൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കണ്ട്. ആവശ്യമില്ല.
കേക്ക് കഴിക്കാന്ന് പറഞ്ഞ് വിളിച്ചു ചോദിക്കും ആളെ പറ്റിക്കണ എന്നുള്ള വീട്ടിൽ എന്ത് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ അത്രയും വൈറലാണ്. ആ, അല്ല ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ പുള്ളിക്ക് കോൺഗ്രസിനെ കുറിച്ച് ഇപ്പൊ ഏതാണ്ട് ഒരു ബോധ്യം വന്നിട്ടുണ്ട്. വന്നിരിക്കുന്നു. കാരണം എന്തെങ്കിലും രഹസ്യം പറയണമെന്നുണ്ടെങ്കിൽ അത് ഇവരുടെ മീറ്റിംഗ് പറഞ്ഞാൽ പിന്നെ പരസ്യം ഇക്കോളത് പുള്ളിക്ക് എന്ത് ചെയ്യാം മനസ്സിലായി. അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ അഞ്ച് പേരോട് പറഞ്ഞ് അവരോട് പറഞ്ഞ് ദൈവത്തെ ഓർത്തത് വേറെ ആരോടും പറയരുത്. പേഴ്സണൽ സ്റ്റാഫിനോട് പോലും ഉം. ആ എന്നൊരു അക്ഷരം വേണ്ടി പോരുത്, വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പുറത്താവുമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ തടയാൻ വേണ്ടി സന്നാഹം വേണ്ടേ. ഉം. ഇതൊന്നും ഒരുക്കിയിട്ടുണ്ടായില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് എല്ലാവരും ഇരിക്കുകയായിരുന്നു. ഉം. അപ്പൊ അത് ആദ്യത്തെ ദിവസം കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം വീണ്ടും അദ്ദേഹം പാർലമെന്റിലെ എല്ലാ MP മാരുമായിട്ട് നേരെ ഈ പറയുന്ന ഗാന്ധി സ്മൃതിയിലേക്ക് വലിയ ഗാന്ധി പാർക്കിലേക്ക് വലിയ പ്രകടനം നടത്തി എന്ന് പറഞ്ഞാൽ അതും ഗവൺമെന്റ് ഞെട്ടിച്ചു. കാരണം ഇത് രണ്ടും സംഭവിക്കുമ്പോ എന്താ കാര്യം എന്നറിയാമോ? മറ്റേ മീഡിയകളൊക്കെ ഇതൊക്കെ കവർ ചെയ്യാതെ കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കണായിരുന്നു. ഉം. പിന്നെ മീഡിയക്കൊക്കെ മനസ്സിലായി ഇത് പണിവാളി. കാരണം വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ഇത് നിരന്തരം ലൈവിലൂടെയൊക്കെ ഈ സാധനം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വ്യൂവർഷിപ്പ് കുറഞ്ഞാൽ പിന്നെ മോദിയേറ്റം വന്ന് ഇവർക്ക് ചെലവിന് കൊടുക്കുക. നിങ്ങൾക്കൊരു സ്ഥാപനമുണ്ട്. ഇപ്പൊ NDTV എന്ന് പറയുന്ന, ടൈംസ് നൗ എന്ന് പറയുന്ന, റിപ്പബ്ലിക് TV എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അതിനൊരു നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ആളുകളുണ്ടെന്ന് പറഞ്ഞാലല്ലേ നിങ്ങളെ നോക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും നോക്കൂ. ഉം. അപ്പൊ ലാസ്റ്റ് ആയപ്പോഴത്തേക്കൊന്നും അവരും പുറത്തിറങ്ങി. അവരും നാണം കിട്ടും. കാരണം വെച്ചാൽ വന്ന ആളുകൾ മുഴുവൻ ഇവര് കൂവി വിളിക്കുകയും വെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്തു. ഏത് ആനന്ദപ്രസാർ പത്രികയുടെ AVP-യുടെ ഒക്കെ ആളുകൾക്കടക്കം വളരെ നാണം കിട്ടും. അവനാണെങ്കിൽ നല്ല ഗംഭീരനായിട്ട് വന്നേച്ച എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ ചോക്ലേറ്റ് കളർ പാന്റും അതുപോലെ ഒരു ബ്ലാക്ക് ഷർട്ടും ഒക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ടുള്ള വന്നേച്ച. പക്ഷെ അവരെല്ലാരെയും നാണം കെടുത്തി ഇവര് കൂക്കി വിളിച്ച് പറഞ്ഞു വിടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അതൊരു അസാധ്യമായിട്ടുള്ള മൂവ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നല്ല നല്ല പ്രകടനമാണ് കോൺഗ്രസ് നടത്തിയത് ഈ 2 ദിവസങ്ങളിലും തന്നെ. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാന്നുള്ളതാണ്. ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മറ്റേ നരേന്ദ്രമോദിക്ക് വലിയ തലവേദനയായി മാറും. ഇതൊരു 2029 വരെയൊക്കെ ഇങ്ങനെ നീണ്ടുപോകും എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ വലിയ വിഷയമാകും. അതുവരെ പക്ഷേ ഇതുവരെ കോൺഗ്രസിന്റെ ഓരോ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ ഉന്നയിക്കുന്ന വിമർശനങ്ങളൊക്കെ ആയാലും നമ്മൾ കണ്ടിട്ടുണ്ട്. സാർ പറഞ്ഞ പോലെ ഇതൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലേക്കാണ് ഇതുവരെ എല്ലാം രാഹുൽ ഗാന്ധി കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ഇപ്പൊ പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇതുവരെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു കളത്തിൽ, ഇനി രാഹുൽ ഗാന്ധിയെ കാണില്ല എന്നുള്ളതാണ്. അല്ല, ഇനി രാഹുൽ ഗാന്ധി ഉണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് സെക്കൻഡറി ആയിട്ടുള്ള ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്നേ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ CJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപപ്പെടുകയും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന യുവജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ധാരണ സൃഷ്ടിക്കപ്പെടുകയൊക്കെ ചെയ്യുകയും അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലൂടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഈ വീഡിയോകൾ കാണുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ തന്നെ ഒരു പൊതുവികാരം ഇന്ത്യയിൽ ഉറപ്പായിട്ടും ഇവർക്ക് അനുകൂലമായി ഉണ്ടായി കഴിഞ്ഞു. പിന്നെ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, ഇത് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന് പോലും ഇനി ഇത് ഏറ്റെടുക്കാതിരിക്കാനോ മുൻപിൽ നിൽക്കാനോ ഒന്നും നിൽക്കാതിരിക്കാനോ പറ്റില്ല. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റായി ഇത് രൂപപ്പെട്ട് കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ നിങ്ങള് ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ അവിടെ പോയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി, എവിടെ ജന്തർ മന്ദറിൽ. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താ, ഇപ്പൊ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവര് ഗോദി മീഡിയ എന്ന് പറഞ്ഞ മീഡിയകളെ മൊത്തം മേടിച്ചിരുന്നു. അതുപോലെ എല്ലാ സ്ഥാപനങ്ങളും മേടിച്ചിരുന്നു. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ കീഴിലേക്ക് ആക്കിയിരുന്നു. ഇതെല്ലാം ആക്കിയാൽ പോലും ഈ വലിയ നമ്മളിവിടെ അപ്പൊളിറ്റിക്കൽ ആണെന്ന് പറയുന്ന, രാഷ്ട്രീയമൊന്നും സംസാരിക്കില്ല എന്ന് പറയുന്ന ഒരു വലിയ ജനത, അതായത് യുവജനത എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് വലിയ രോഷം ഈ ഗവൺമെന്റിനോട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അതിന് ഏത് ഫോമിലാണെങ്കിലും ഇവർക്കെതിരെ ആഞ്ഞടിക്കും. ആ ആഞ്ഞടിക്കുമ്പോ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഈ ഇഷ്യൂ തന്നെ 2029 വരെ നിൽക്കില്ല. പക്ഷേ ഇതൊരു സൂചനയാണ്. എന്താ, കഴിഞ്ഞ തവണ കാർഷിക സമരം ഉണ്ടായപ്പോൾ 700ഓളം പേർ മരണപ്പെടുകയും ഏറ്റവും ഒടുവിൽ ഗവൺമെന്റിന് പിൻവാങ്ങുകയും വേണ്ടിയിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇതിപ്പോ യഥാർത്ഥത്തിൽ ഒരു ജൻസിയുടെ പ്രൊട്ടസ്റ്റായി രൂപാന്തരപ്പെടുകയും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഗവൺമെന്റിന് പിൻവലിയുകയും വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു സൂചനയാണ്. കാരണം ഇനിയും ഇത്തരത്തിലുള്ള രോഷപ്രകടനങ്ങൾ ഇവിടെ ഉണ്ടാകാം എന്ന് പറയുന്ന ഒരു കാര്യവും, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അല്ല ഏത് ഗവൺമെന്റും ഇതുപോലെ പിൻവാങ്ങും എന്ന് പറയുന്ന ഒരു ധൈര്യവും പ്രതിപക്ഷത്തിനും മറ്റു പാർട്ടികൾക്കും ഇന്ത്യൻ ജനതക്കും കിട്ടിയേക്കാണ്. അപ്പൊ അതൊരു നിസ്സാരമായ കാര്യമല്ല. ഇനി ഇതിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ, ബിൽഡ്
ചെയ്തെടുക്കാനായി. ചെയ്യാൻ. ആദ്യം സോനം വാങ്ചൂക്കിനെയും ഇവരെയൊക്കെ അടിച്ചൊതുക്കാനൊക്കെ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇപ്പൊ നടക്കുന്നില്ല. അവിടെ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഭക്ഷണം കിട്ടാതെ ഒരാൾ പോലും ഇരിക്കുന്നില്ല. കാരണം എന്താ? എനി വൺ എനിവേർ ജന്തർ മന്തർ എന്ന് പറഞ്ഞ ആളുകൾ ഫുഡ് ഓർഡർ ചെയ്യുന്നതാണ്. എനി വൺ എനിവേർ ജന്തർ മന്തർ റോഡ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, അവിടെയുള്ള ആർക്ക് വേണമെങ്കിലും ഞാൻ കയ്യിൽ നിന്ന് കാശും കൊടുത്ത് ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത്, പിസ്സ ഓർഡർ ചെയ്ത്, ബർഗർ ഓർഡർ ചെയ്ത്, ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. നിങ്ങൾ ആര് വേണമെങ്കിലും മേടിച്ച് കഴിക്കൂന്നാണ് പറയണത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് അവിടെ ഉണ്ടാകുന്നു, അതിന് വലിയ തോതിലുള്ള പിന്തുണയേറുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഭരണകൂടത്തിന് എന്തുമാകാം എന്നുള്ള ലെവൽ ഇനി മുതൽ ഇല്ല. ഞങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടും, ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയുന്ന വലിയൊരു മെസ്സേജ് ഈ രാജ്യത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ, അതായത് BJP ഹാൻഡിലുകളിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പരീക്ഷാ പേപ്പർ ചോർന്ന മെയില് അതിനുശേഷം ധർമ്മേന്ദ്ര പ്രധാൻ ഒക്കെ വന്നിട്ട് മാപ്പ് പറയുന്നുണ്ട്, രണ്ടാമത് റീ എക്സാം നടത്തുന്നുണ്ട്. ഏതാണ്ട് 1,00,000 വിദ്യാർത്ഥികൾ കുറഞ്ഞിട്ടാണെങ്കിലും എക്സാം എഴുതുന്നുണ്ട്, എക്സാം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ രാത്രിയാണ് മോദിയുടെ ട്വീറ്റ് വരുന്നത്. അപ്പോൾ അതുപോലും മോദി ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രാത്രിക്ക് വന്നിട്ട് മോദി ട്വീറ്റ് ചെയ്തിട്ട് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരും, മറ്റൊരു വശത്ത് ഏറ്റവും അധികം ജെൻസികൾ ഇത് ചെയ്യുന്നത്, അതായത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടൈമാണത്, അത് നോക്കിയിട്ടാണ് മോദി വന്നിട്ട് ഇത് പറയുന്നത് എന്നുള്ളതും ജെൻസികളെ മനസ്സിലാക്കാനാണ് എന്ന് പറയുന്ന ഒരു വാദമുഖവും വരുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു പ്രക്ഷോഭത്തില് BJPയെ അല്ലെങ്കിൽ മോദിയെ വിറപ്പിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. മോദി ഗവൺമെന്റിൽ കഴിഞ്ഞ 12 കൊല്ലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടിയും ഏറ്റവും വലിയ വിറക്കലുമാണ്. കാരണം ഇപ്പൊ നമുക്കറിയാലോ, മണിപ്പൂരിൽ പ്രശ്നമുണ്ടായി. മോദി എത്ര കാലം കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞത്, ഇല്ലേ? നമ്മൾ കർഷക സമരത്തിന്റെ കാര്യത്തിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണ് മോദി അതിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയത്? പക്ഷെ ഇത് മോദി അർദ്ധരാത്രി ഉറങ്ങാതെ വന്നിരുന്ന് എക്സ്പോസ്റ്റ് ഇടുകയും അതിനുശേഷം വീഡിയോ പുറത്തേക്ക് വിടുകയും ചെയ്യാണ്. കാരണം എന്താ? കാരണം കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലട്ടാ, പിടിവിട്ടു പോകും എന്ന് കൃത്യമായ ധാരണ കൊടുത്തിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലാന്ന്. ഇപ്പൊ നമ്മുടെ കയ്യിൽ പോലീസ് ഉണ്ട് എന്ന് പറയാം, നമ്മുടെ കയ്യിൽ പട്ടാളം ഉണ്ട് എന്ന് പറയാം. ഇവരൊക്കെ ഈ രാജ്യത്തെ മനുഷ്യരാണ്, ഇല്ലേ? ഇപ്പൊ ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഈ രാജ്യത്തെ മനുഷ്യരാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുള്ള ഒരു വീഡിയോയിൽ ഒരു ലേഡി പറയുന്നുണ്ട്, ഞാൻ അവിടുത്തെ പോലീസുകാരന്റെ ഭാര്യയാണ്, ഇവിടുത്തെ ഡൽഹിയിലെ പോലീസുകാരന്റെ ഭാര്യയാണ്, എന്റെ മകനുമാണ് ഈ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകുന്നത്. എനിക്കറിയാം എന്റെ ഭർത്താവ് ചിലപ്പോൾ ഇതിനെതിരെ നിലപാടെടുക്കും അല്ലെങ്കിൽ ദേഷ്യപ്പെടുമെന്ന് അറിയാം. പക്ഷെ ഞാൻ ഈ ഇതിലാണെന്ന് പറഞ്ഞാൽ പ്രജിത ഒന്ന് മനസ്സിലാക്കണം, പുള്ളി വന്നിട്ട് അടിക്കുവോ? മറ്റേ ആണി വെച്ച് വടിവെച്ച് അടിക്കുവോ ഇവരാ? നിങ്ങളൊക്കെ തല്ലിക്കോ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് മുഴുവൻ സൈന്യമില്ലാഞ്ഞിട്ടല്ല പ്രൊട്ടസ്റ്റ് ഒക്കെ വിജയിക്കുന്നത്. കാരണം ആ സൈന്യത്തിലുള്ള ആളുകളുടെ മക്കളും അവരും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബമായിട്ട് താമസിക്കുന്നു, അവർക്ക് അയൽവക്കക്കാരുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും. ഇവരുടെ എല്ലാവരുടെയും വികാരം ഇതിനെതിരാണെങ്കിൽ പുള്ളിയോട് ഇനി മറ്റേ മുകളിലിരിക്കുന്ന ജനറൽ പറയെ അടിച്ചോ എന്ന് പറഞ്ഞാൽ പോലും അടിക്കാൻ അവർ മടി കാണിക്കും. മനസ്സിലായ? ആ ഒരു ലെവലിലേക്ക് ഇനി ഇത് ഇങ്ങനെ കൊണ്ടുപോയാൽ നടക്കില്ല എന്ന് പറയുന്ന ലെവലിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു? എത്തി. അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ പറയുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആദ്യം ഇത് എന്തൊക്കെ പറഞ്ഞു, ആദ്യം ഇവരുടെ ഫോളോവേഴ്സ് തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് 90% പേര് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ 97% പേര് ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? പുള്ളി കണക്കുകളൊക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടു, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ യഥാർത്ഥം ചെയ്യേണ്ട എന്താ? 22 കുട്ടികൾ അവിടെ ആത്മഹത്യ ചെയ്ത കുട്ടികളെ നിങ്ങൾ ഇപ്പോഴും അഡ്രസ് ചെയ്തിട്ടുണ്ടായില്ല. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഇപ്പോഴാണ് പ്രഖ്യാപിച്ചത്. നിങ്ങൾ ഇപ്പോഴാണ് മറ്റേ നമുക്ക് അവരെ ശിക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി വന്നിട്ട് പറയുന്നത്. അപ്പൊ അതൊക്കെ പറയാതിരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി താങ്കളൊന്ന് മനസ്സിലാക്കണം, 54% വോട്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കിട്ടിയത്. ആർക്ക്? BJPക്ക്. അവിടെയാണ് BJP എന്ന് പറക്കുന്നത്. മനസ്സിലായോ? അവിടെയാണ് ശരിക്കും 116 പോലീസുകാർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നത്. അപ്പൊ മീഡിയകൾ തന്നെ ആദ്യം ഇത് കവർ ചെയ്തില്ല, ലാസ്റ്റ് എന്ത് ചെയ്തു? മീഡിയകൾ കവർ ചെയ്യേണ്ടി വന്നു. അപ്പൊ അത്തരത്തില് ഇത് ഒരു വലിയ സമ്മർദ്ദം കേന്ദ്ര ഗവൺമെന്റിൽ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.
കേന്ദ്ര ഗവൺമെന്റ് ഇത്ര എളുപ്പത്തിൽ ഇതിൽ പുറകോട്ട് പോകേണ്ടി വരും എന്ന് അവർ വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ധർമ്മേന്ദ്ര പ്രധാൻ ഉടനെ തന്നെ രാജിവെക്കേണ്ടി വരും. കാരണം ഒരു റീഷഫിളിന്റെ ഭാഗമായി അദ്ദേഹത്തെ മാറ്റാം എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരിക്കും. പക്ഷെ ഒരു വാശി പുറത്ത്, അല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മാറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ആ വാശി ഒരു കാരണവശാലും ജനാധിപത്യത്തിൽ നല്ലതല്ല. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിയിട്ട് വേറൊരാളെ താൽക്കാലികമായിട്ടെങ്കിലും വെക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ പോലും ഇത്രയും പ്രശ്നമില്ല. അല്ലാതെ ഈ കാര്യത്തിൽ പറഞ്ഞാൽ ഇത് വളരെ ഇമോഷണലായി. ഇപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നതോട് പറയാം, BJP സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കുടുംബത്തിൽ ഇത് പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതുണ്ടാവുമല്ലോ. അവരുടെ മക്കള്, അവരുടെ ഈ പറയുന്ന പോലെ അമ്മമാര്, ഇവരൊക്കെ തന്നെ ഒരു പരീക്ഷ നന്നായിട്ട് നടത്താത്ത നിങ്ങൾ പിന്നെ കഥയും കവിതയും പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ അതിന് ന്യായീകരണം ചമച്ചിട്ട് എന്ത് കാര്യം? ഇപ്പൊ ഇന്നലെ ഞാൻ കൈരളി TV ചർച്ചയ്ക്ക് പോയിരിക്കുമ്പോൾ ഒരു AVP-കാരൻ പറയുന്നുണ്ട്, ഞങ്ങള് 28 സംസ്ഥാനങ്ങളിൽ ജാഥ നടത്തി, എന്നിട്ട് മറ്റേ നീതി വേണം എന്ന് പറഞ്ഞു. നീതി ആർക്കാണ്? അതാണ് റീ എക്സാമിൽ നടത്തിയില്ലെന്ന് താങ്കളും ചോദിച്ചത്. റീ എക്സാം നടത്തിയത് ആർക്കാണ് പ്രജിത? മറ്റേ മരിച്ചുപോയ 22 പേരും വന്ന് പരീക്ഷ എഴുതിയ? മരിച്ചുപോയ 22 പേരും വന്ന് പരീക്ഷ എഴുതിയ? ഇല്ലല്ലോ. അവർക്ക് എങ്ങനെ നീതി കൊടുക്കണേ ഗവൺമെന്റ്? അവർക്ക് നീതി കൊടുക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അവർക്ക് നീതി കൊടുക്കണമെങ്കിൽ ഈ പരീക്ഷ ആരാണോ കുളവാക്കിയത്, ആരാണോ ഇത് ലീക്ക് ഉണ്ടാക്കിയത്, ആരാണോ ഇത് വിറ്റ് പണം സമ്പാദിച്ചത്, അവരെ പിടിക്കണം. വേണ്ടേ? അതിന് ഗവൺമെന്റ് എന്ത് നടപടി എടുത്തു? ആ 22 പേരുടെ കുടുംബങ്ങളിൽ ഗവൺമെന്റ് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകും, നിങ്ങളുടെ നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റില്ല, പക്ഷെ എന്ത് ചെയ്യണം, നമുക്ക് പറ്റിപ്പോയ തെറ്റാണ് എന്ന് പറഞ്ഞോ? ഒരു പബ്ലിക് അപ്പോളജി പറഞ്ഞോ? അപ്പൊ ഇതിന്റെയൊക്കെ ഗ്രാവിറ്റി മനസ്സിലാവണമെങ്കിൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഒരു എക്സാമിന് വേണ്ടി പഠിക്കണം. പഠിച്ചിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ നന്നായി പരീക്ഷ എഴുതിയെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ പരീക്ഷ ലീക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അത് പോകുമ്പോഴാണ് അതിന്റെ ഗ്രാവിറ്റി മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നീതി ലഭ്യമാക്കാനൊന്നും ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യും? ലഭ്യമാക്കാത്ത നീതി പിടിച്ചു മേടിക്കും, അതൊരു സംശയമില്ല. അതിന് അവരുടെ ആ കുടുംബങ്ങളുടെ തീരാവേദനകൾക്ക് ഒരു ഭരണകൂടം മറുപടി പറയേണ്ടി വരും. അല്ലെങ്കിൽ ഭരണകൂടം തന്നെ അതിനോട് എംപതറ്റിക് ആയിട്ടുള്ള സമീപനം ആദ്യം ഉണ്ടാകണം. അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഭരണമുണ്ട്, ഞങ്ങൾ പറയണ എല്ലാവരും കേട്ടോളൂ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ പോലും ഒരു രാജ്യത്ത് ഒരു കാരണവശാലും ഇരിക്കരുത്. നടക്കൂല. വളരെ ലളിതമായി പറഞ്ഞ് ഇവിടെ അത് എന്ത് ചെയ്യില്ല.